ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്നലെ നമ്മുടെ ലാലേട്ടൻ്റെ തുടരും മൂവി കാണാൻ പോയിട്ടുണ്ടായിരുന്നേ. UK ഇപ്പോൾ നല്ല വെതറാണ്, നല്ല സമ്മർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് മരങ്ങളൊക്കെ പച്ചപ്പ് വിരിച്ച് നിൽക്കുവാണ്. തുടരും സിനിമ അടിപൊളിയാണ്, എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുമെങ്കിൽ കാണണം. ഒരു 90s ജോണറിലൊക്കെയുള്ള നമ്മൾ പണ്ട് കണ്ടിരുന്ന ആ ഒരു സിനിമയുടെ ഒക്കെ ഒരു ഫീല് കിട്ടും. ഇന്നലെ ഞാൻ സിനിമയ്ക്ക് പോകുന്ന വഴിക്ക് എനിക്കൊരു ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായി, അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ബസ്സിലാണ് സിനിമയ്ക്ക് പോയത്. അപ്പം എനിക്ക് 2 ബസ് മാറി കയറണമായിരുന്നു. ന്യൂ കാസ്റ്റിൽ എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പിൽ ഇറങ്ങി, അതൊരു അത്യാവശ്യം വലിയ ബസ് സ്റ്റോപ്പാണ്. അവിടെ ഇറങ്ങിയിട്ട് വേറൊരു ബസ്സിൽ കയറണം. അപ്പോൾ എൻ്റെ ബസ് ന്യൂ കാസ്റ്റിൽ എത്തുമ്പോൾ തന്നെ എനിക്ക് പോകാനുള്ള അടുത്ത ബസ് അപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം സ്പീഡിൽ ഞാൻ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങി മറ്റേ ബസ്സിൽ കയറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാളിൻ്റെ ഷോൾഡറിൽ പിടിച്ചിട്ട് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞപ്പം ഒരു 20 to 25 ഏജൊക്കെ ഉണ്ടാവും, ഒരു പെങ്കൊച്ച്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഞാൻ എന്തെങ്കിലും ബസ്സിൽ മറന്നതാണോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഇല്ല, എൻ്റെ കയ്യിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേനും അവൾ പറഞ്ഞു, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, നിൻ്റെ ഈ ഡ്രസ്സ് ഭയങ്കര ക്യൂട്ടാണ്, ഈ ഡ്രസ്സിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നീ അടിപൊളിയാണ്, നിനക്കൊരു ഗുഡ് ഡേ ഞാൻ വിഷ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞൊരു 3-4 സെൻറ്റൻസ്. ഞാൻ പെട്ടെന്ന് സർപ്രൈസ് ആയിപ്പോയി. ഭംഗിയില്ലാത്ത എനിക്ക് ഭംഗിയുണ്ടെന്ന് പറഞ്ഞതിൻ്റെ സർപ്രൈസ് അല്ല, പക്ഷേ അങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് വന്നത് പറഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡായി. ഞാൻ അവളോട് താങ്ക് യു പറഞ്ഞ് ഞാൻ ബസ്സിൽ കയറി. വിൻഡോ സീറ്റിൻ്റെ അടുത്തായിരുന്നത്. ഞാൻ വിൻഡോയിൽ കൂടെ തിരിച്ച് നോക്കിയപ്പം അവൾ ആ ഇറങ്ങിയ ബസ്സിൽ അവൾ തിരിച്ചു കയറും. അതായത് ഞാൻ ഏത് ബസ്സിൽ നിന്നാണ് ഇറങ്ങിയത്, അവളും എൻ്റെ കൂടെ ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയതാണ്. എന്നിട്ട് അവൾ ആ ബസ്സിൽ തന്നെ തിരിച്ചു കയറി. എൻ്റെ അടുത്ത് ജസ്റ്റ് ഈ ഡ്രസ്സ് ഭംഗിയുണ്ട്, എന്നെ കാണാൻ ഭംഗിയുണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രം അവൾ ഇറങ്ങി എന്നോടത് പറഞ്ഞ് അവൾ ആ ബസ്സിൽ തിരിച്ചു കയറി. എനിക്കത് ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പേരുടെ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പേരെ കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ആളുകളുടെ മുടിയും പലതരത്തിലുള്ള ഹെയർ സ്റ്റൈൽ ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു മനുഷ്യനോടും, അതായത് ഇൻറ്റിമേറ്റ് ആയിട്ട് എനിക്കറിയാവുന്ന ആൾക്കാരോട് ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അതല്ലാതെ എനിക്ക് ഒരു പരിചയമില്ലാത്ത, ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളെ വിളിച്ച് നിർത്തി നീ എന്നെ കാണാൻ അടിപൊളിയാണ്, നിൻ്റെ ഡ്രസ്സ് അടിപൊളിയാണ്, ഇന്ന് നിനക്കൊരു നല്ല ദിവസമായിരിക്കട്ടെ, ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നൊന്നും പറഞ്ഞ് ഞാൻ ഇതുവരെ ആരുടെടുത്തും പറഞ്ഞതായി എൻ്റെ ഓർമ്മയിലില്ല. ഞാൻ നമ്മുടെ പല മനുഷ്യരുടെ ചിന്താഗതികൾ ആലോചിക്കുക. എന്ത് ഹമ്പിളായിട്ടായിരിക്കണം ആ കൊച്ചത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് അല്ലേ. ആ കൊച്ചിനത് എന്നോട് വന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനില്ല. എൻ്റെ ഒരു ഡേ നല്ലതാക്കി എന്നല്ലാതെ, എന്നെ സന്തോഷിപ്പിച്ചു എന്നല്ലാതെ അതിനകത്ത് അവർക്ക് പ്രത്യേകിച്ച് ഒരു ലാഭവും ഇല്ല. നമുക്കിങ്ങനെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും അവരുടെ ഡേ ഒക്കെ നല്ലതാക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. സിനിമ അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, ചുമ്മാ അങ്ങ് ചിരിച്ചേക്കണം, ജീവിതം പൊളിയാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു, താങ്ക് യു.